സോ 3 മാസം പ്ലാൻ ചെയ്ത ഗോവ ട്രിപ്പ് ഫൈനലി ഹാപ്പനിങ് ആണ്. സോ നമ്മളിന്ന് എല്ലാവരും ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, റോയൽ എൻഫീൽഡിൻ്റെ മോട്ടോവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻ്റാണ്. എല്ലാ വർഷവും ഗോവ വാഗറ്റോറിൽ വെച്ചിട്ടാണ് ഇവൻ്റ് നടക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവൻ്റൊന്നും പോകുന്നത്. അപ്പോൾ ഞാൻ മാത്രമല്ല, കൂടെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വരുന്നുണ്ട്. ഞങ്ങളുടെ ട്രെയിൻ വന്നിട്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ഇപ്പോൾ ഷൊർണൂർ ടു ഗോവയാണ് ഞങ്ങളുടെ ട്രെയിനുള്ളത്. ഇവിടെ നിന്ന് ട്രെയിൻ കയറി ആ ഒരു ഹോൾ നൈറ്റ് ട്രാവലിന് ശേഷം ഞങ്ങൾ ഗോവ തിവിമ്മിലോട്ട് വന്നിറങ്ങി. തിവിമ്മിൽ ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾക്കൊരു വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ റൂം, അതായത് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടൽ, അവർ ഹോട്ടൽ അടച്ചു പൂട്ടിയിട്ട് പോയി. അതായത് ഞങ്ങൾ ബുക്ക് ചെയ്ത് പൈസയൊക്കെ കൊടുത്ത് ബുക്ക് ചെയ്തത് വേസ്റ്റാണ്. അത് വെച്ച് ഞങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് റീഫണ്ട് വേണമെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്ത പ്ലാറ്റ്ഫോമുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് അവർ പറയുന്നത്. ആകെ മൊത്തം എന്താ പറയുക, ആർക്കും എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയില്ലാത്തൊരവസ്ഥയായിരുന്നു അന്ന് ശരിക്കും. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്നൊരു ക്യാബൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്ത ആ ഹോട്ടലിലോട്ട് തന്നെ പോയി. എന്താ അവസ്ഥ എന്ന് നേരിൽ കണ്ടറിയാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ഞങ്ങൾ ആ ക്യാബൊക്കെ കയറി ആദ്യം ബുക്ക് ചെയ്ത ഹോട്ടലിൻ്റെ സ്ഥലത്തോട്ട് തന്നെ വന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ പിള്ളേർ ക്യാബ് ബൈവായിട്ട് അടുത്ത് വല്ല ഹോട്ടലുണ്ടോ, വേറെ എക്സ്ട്രാ റൂംസ് ഇവിടെ അവൈലബിൾ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് ഈ കാണുന്നതാണ് ആ ഹോട്ടൽ. ആദ്യം ഇതിൻ്റെ പേര് വന്നിട്ട് ഡൗൺ ടൗൺ അഞ്ജന ഹോസ്റ്റൽ എന്നായിരുന്നു. ഇപ്പം അത് പേരൊക്കെ മാറിയിട്ട് കിയ ഇന്ന അങ്ങനെ എന്താണ് ആക്കിയിരിക്കുന്നത്. കാരണം ഹോട്ടൽ റൂമൊക്കെ കൂട്ടി ഇനിയിപ്പോൾ പൈസ റീഫണ്ട് തരുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ബുക്കിംഗ് ആപ്പിൽ ഫുള്ള് ആക്റ്റീവായിട്ട് തന്നെയാണ് കാണിക്കുന്നതെല്ലാം. അതായത് റൂം ബുക്കിങ്സൊക്കെ ആക്റ്റീവാണ്. അപ്പോൾ അവർ ഇതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് അവരുടെ ഹോട്ടൽ എന്നാണ് പറയുന്നത്. നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ ബുക്കിംഗ് കാണിച്ചു കൊടുക്കുക. ബുക്കിംഗ് കാണിച്ചു കൊടുത്തിട്ട് അവർ ഓക്കെ പറയുകയാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ മൂഞ്ചിച്ചോടെ നിൽക്കുക. അങ്ങനെ പുതപ്പൊക്കെ എടുത്തിട്ടുണ്ട് ട്രെയിനിൽ. പിള്ളേരൊക്കെ എത്തിയിരിക്കുന്നു, എല്ലാവരും എത്തിയിരിക്കുകയാണ്. നമ്മളെ ചെക്കിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ എല്ലാവരും കൂടെ വട്ടത്തിൽ മൂഞ്ചും, ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ ഒരു ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് നല്ല സെറ്റായിട്ടിരിക്കും. ഇതാ ഇവിടെ പൂളൊക്കെ ഉണ്ട് ഗൈസ്. പൂള് നല്ല രസമുണ്ട് കാണാൻ. നല്ല അടിപൊളി പൂള്. ഒരു ഭയങ്കര ഒരു ശാന്തമായൊരു വൈബ് ഈ ഹോട്ടലിൽ. ഇവിടെ റൂം കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം സെറ്റാണ്. കിട്ടിയില്ലെങ്കിൽ റോഡിലിറങ്ങിയിട്ട് വേറെ ഹോട്ടൽ തപ്പി നടക്കേണ്ടി വരും. ടോട്ടലി എല്ലാം മൂഞ്ചി. അതായത് ഇവർ പ്രോപ്പർട്ടി തന്നെ ഫുള്ളായിട്ട് സെയിൽ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ പ്രോപ്പർട്ടിയാണ്. ഡൗൺ ടൗൺ അഞ്ചിനെ അല്ല, ഇത് വേറെ ഏതൊരു ഹോട്ടലിൽ നമ്മളെ പുറത്താക്കി. അവർ നമ്മളെ പുറത്താക്കി. പക്ഷേ റീഫണ്ട് അപ്പം തന്നെ കിട്ടിയിട്ട് നമ്മുടെ ഫുൾ പൈസ റീഫണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വേറെ ഹോട്ടൽ തപ്പണം. ഇവർ പറയുന്നത് 10,000 രൂപയാണ് പെർ നൈറ്റ്. നമുക്ക് അതിനുള്ള ബഡ്ജറ്റില്ല. സോ വേറെ ഹോട്ടൽ തപ്പി നടക്കണം. കേരള ബോർഡർ കഴിഞ്ഞപ്പോൾ മുതൽ തട്ടിപ്പാണ്, ഫുള്ള് പറ്റിപ്പാണ്. ഷവർമയിൽ പറ്റിച്ചു. അതാണ് ഏറ്റവും വിഷമം. ഡെലിവറി പോയി കഴിച്ചു, എന്നിട്ട് ഡെലിവറി പോയി ഷവർമ കഴിച്ചു. ഞങ്ങൾക്ക് 7 ഷവർമയിൽ 6 തന്നു. ഭയങ്കര മോശമായി. ഞങ്ങളത് ആ റൂം തപ്പി നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ബഡ്ജറ്റ് 16,000 രൂപയാണ്. 16,000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു നല്ലൊരു റൂം ഒരു 9 മണിക്കുള്ളിൽ സെറ്റായി കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്ലാൻ പോലെ എല്ലാം നടക്കും. തപ്പി നടക്കുക. മാപ്പ് ഇട്ടുണ്ടോ നീ? മാപ്പ് ഇട്ടോ? തമാശയാണ് അടുത്ത റൂം. അത് വേണ്ടേ? അങ്ങനെ ഒരുപാട് നേരം ഞങ്ങൾ ഹോട്ടൽ തപ്പി നടന്ന് 1-2 ഹോട്ടലൊക്കെ കണ്ടു. പക്ഷേ അവിടെയൊക്കെ ബഡ്ജറ്റും ഒരു റൂമിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണവും കുറേ എന്താ പറയുക കോൺഫ്ലിക്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ വേണ്ടെന്ന് വെച്ചു. അപ്പോഴാണ് വേറൊരു പുള്ളിക്കാരൻ വിളിച്ച് 12,000 രൂപയ്ക്ക് റൂം തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 7 പേർക്ക്. ഞങ്ങൾക്ക് ആദ്യം ഒരു തട്ടിപ്പ് പണത്തെങ്കിലും ശരി, ഇത്രയും പേര് പറ്റിച്ചല്ലേ ഞങ്ങളെ, ഇനി ഇയാളും കൂടെ പറ്റിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്ന്. അങ്ങനെ 12,000 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ റൂം അത്യാവശ്യം നല്ല വൃത്തിയും ഒരു ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിക്കുള്ളൊരു റൂമായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. നേരെ കാണുന്നതാണ് ഹോട്ടലിൻ്റെ പേര്, ലോസ്റ്റ് പാരഡൈസ്. പുതിയ റൂം കിട്ടിയിരിക്കുകയാണ് ഗൈസ്. എടുക്കുക.
അങ്ങനെ അവസാനം തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ട് ഒരു നല്ലൊരു റൂമാണ് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം 7 പേർക്ക് 8 പേരുടെ ബെഡുള്ള ഒരു റൂമാണ് തന്നിരിക്കുന്നത്. എല്ലാം മറ്റേ ഡോർമെറ്ററി ബെഡാണ്. പക്ഷെ കുഴപ്പമില്ല, ആ ഒരു 12,000 റേറ്റിന് അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ് തന്നെയാണ്. റൂമൊക്കെ നല്ല എസ്തെറ്റിക് വൈബായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹലോ ഗൈസ്, നമ്മുടെ ശരിക്കത്തെ റൂമിൽ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റൂം, ലോസ് പാരഡൈസ്. അത്യാവശ്യം നല്ല ഹോട്ടലാണ്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ബുക്ക് ചെയ്ത ഹോട്ടൽ വന്നിട്ട് നമ്മളെ പറ്റിച്ചു. അവന്മാർ ഡൗൺ ടൗൺ അഞ്ജന എന്നായിരുന്നു ഹോട്ടലിൻ്റെ പേര്. പക്ഷേ അവർ ആ ഹോട്ടൽ 2 മാസം മുമ്പേ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഒരു നോട്ടിഫിക്കേഷനോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ പോയിട്ട് ചോദിക്കുമ്പോഴാണ് അവർ പറയുന്നത് നമ്മുടെ ഹോട്ടലൊക്കെ വിറ്റു, ഓണറൊക്കെ മാറി, നിങ്ങൾ ബുക്കിംഗ് ചെയ്ത് ക്യാൻസൽ ചെയ്യണമെന്ന്. പക്ഷേ ക്യാൻസൽ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് റീഫണ്ട് കിട്ടി പെട്ടെന്ന്. ആ റീഫണ്ട് കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് വേറെ നോക്കാൻ പറ്റി പെട്ടെന്ന് തന്നെ. അപ്പോൾ അത്യാവശ്യം ഇവിടുത്തെ ഹോട്ടൽ കുഴപ്പമില്ല, നല്ല സൗകര്യമുള്ള റൂമാണ്. ഒരു 8 പീപ്പിൾസിനുള്ളൊരു റൂമാണ് കിട്ടിയിരിക്കുന്നത്. ഡോർമെറ്ററി ടൈപ്പാണ്, ബട്ട് AC ആണ്. അതുകൊണ്ട് അത്യാവശ്യം ഇവിടുത്തെ സെറ്റപ്പൊക്കെ ഓക്കെയാണ്. ഇപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഇനി ഫുഡ് വന്ന് കഴിച്ച് കഴിഞ്ഞതും ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് വാക്കറ്റോറിലേക്ക് 3 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ 3 കിലോമീറ്റേഴ്സ് ഇപ്പോൾ ഫസ്റ്റ് ടൈം ക്യാബ് എടുത്താൽ പോകണം. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് കാറും സ്കൂട്ടിയൊക്കെ റെന്റിൽ നോക്കാം. ക്യാബ് വന്നു ഗൈസ്. എന്റെ മുഖത്താ സന്തോഷം കണ്ടില്ലേ? ഞങ്ങളുടെ ക്യാബ് വന്നിരിക്കുകയാണ്. ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് 100 രൂപ പോയി. ഇപ്പോൾ എക്സ്ട്രാ ഉള്ളതുകൊണ്ട് ഫുള്ള് നഷ്ടക്കച്ചവടം. തുടങ്ങിയപ്പോൾ തൊട്ട് നഷ്ടക്കച്ചവടമാണ്. നമ്മുടെ ഹോട്ടലുകാർ പറ്റിച്ചു, ഷവർമക്കാർ പറ്റിച്ചു, ഇപ്പോൾ ഗോവ മത്സാപ്പ് നമ്മളെ പറ്റിച്ചു പോയി. ഇപ്പോൾ എക്സ്ട്രാ ജീവിതം ബാക്കി. ഞങ്ങൾ അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ആർക്കും ഒരു ഉഷാറില്ല, അവിടെ പോയാലെങ്കിലും ഉണ്ടാവും. ഞങ്ങളങ്ങനെ ക്യാമ്പൊക്കെ എടുത്ത് നമ്മുടെ പരിപാടി നടക്കുന്ന സ്ഥലത്തോട്ട് വന്നു. ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് ഇവിടെയാണെങ്കിൽ ഫുള്ള് തിരക്കാണ്. നമ്മുടെ കാറൊന്നും ഈ വഴി വരത്തില്ല. അപ്പോൾ കാറൊക്കെ ഒരുപാട് പുറകെ തന്നെ ഞങ്ങൾ നിർത്തി അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ് ചെയ്ത്. കാരണം ഇവിടെ ഫുള്ള് എന്താ പറയുക, ബൈക്കേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫുള്ള് വേറെ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ബൈക്കേഴ്സും പിന്നെ അവരുടെ ഒരു എൻട്രിയും മറ്റതൊക്കെ ആയിട്ട് ഇവിടെ ഫുള്ള് തിരക്കാണ്. ഈ ഉള്ളിലോട്ട് കയറാൻ നിൽക്കുന്ന കാറൊക്കെ എന്താ പറയുക, ഇവിടെ പാർക്കിങ്ങിലോട്ട് നിർത്താനാണ് അവർ കയറ്റാൻ നോക്കുന്നത്. ബട്ട് ആ ഒരു തിരക്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എവിടെ ഏത് സൈഡ് കാറ് മുട്ടുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. റെൻറ്റിൽ കാറൊക്കെ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ട് അവന്മാർ അതിൻ്റെ പേരും പറഞ്ഞ് നമ്മുടെ നിന്ന് പൈസ വാങ്ങിക്കും. ദേ ഫ്രണ്ടിൽ കാണുന്നതൊക്കെ എന്താ പറയുക, ഓരോ ട്രൂപ്പാണ്. നമ്മുടെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഓരോ റൈഡർ ട്രൂപ്പാണ് ആ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അവരുടെ ഓരോരുത്തരും യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അവരുടെ കളർ കോഡ്, ഈ ഒരു കളർ കോഡ് ഞാൻ ഇതിന് മുമ്പത്തെ റോയൽ എൻഫീൽഡ് മോട്ടോവേഴ്സിൻ്റെ വീഡിയോസ് ഞാൻ ഇവരുടെ ഒരു കളർ കോഡ് കണ്ടിട്ടുണ്ട്. ഈ ഒരു ടീമിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ. അത്യാവശ്യം സീന് പരിപാടിയായിരുന്നു ഇവരുടെ ഒരു എൻട്രിയും മറ്റു കാര്യങ്ങളൊക്കെ. അങ്ങനെ പുറത്ത് ഇവരുടെ അഭ്യാസ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ആദ്യം പോയി വാങ്ങിക്കേണ്ടത് നമ്മുടെ വെൽക്കം കിറ്റാണ്. ഒരു വെൽക്കം കിറ്റ് തരുന്നുണ്ട്. പോരാത്തതിന് നമ്മുടെ ഇവൻറ്റിലോട്ട് കയറാൻ നമുക്കൊരു പാസ് ഉണ്ടല്ലോ, നമ്മുടെ കയ്യിൽ ഒരു ടാഗ് കെട്ടിത്തരും. ആ ടാഗും പോയി വാങ്ങിക്കണം. അതില്ലെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് അവർ കയറ്റി വിടില്ല. ഒരിക്കൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അകത്തോട്ട് കയറണേൽ ആ ടാഗ് നമ്മുടെ കയ്യിൽ വേണം. സോ അത് വാങ്ങിക്കാൻ വേണ്ടിയാണ് അടുത്ത് പോകുന്നത്. നമ്മുടെ മോട്ടോവേഴ്സിൻ്റെ എന്താ പറയുക, കിറ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ കിറ്റ്. ഇതിൽ നമ്മുടെ ടീഷർട്ട്, ഒരു മഗ്, പിന്നെ അവരുടെ കുറച്ച് കാർഡ്സ് ആൻഡ് സ്റ്റിക്കേഴ്സാണുള്ളത്. സോ ഇതൊക്കെ പയ്യെ കാണിച്ചു തരാം. സോ നമ്മുടെ കിറ്റെല്ലാം കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ കിറ്റ് കിട്ടിക്കഴിഞ്ഞ ശേഷം ഇതൊക്കെ എവിടെ വെക്കും, കാരണം ഒരുപാട് കിറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഈ കിറ്റൊക്കെ എവിടെ വെക്കും എന്നുള്ള ഡിസ്കഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന കുറച്ച് ടീംസ് അവിടെ ആർപ്പോയി വിളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സെറ്റപ്പിലാണ് അവർ വന്നിരിക്കുന്നത്. ഒരു സെറ്റ് സാരി, സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. കൂടെ ഒരു മാവേലിയുണ്ട്.
അങ്ങനെ നമ്മുടെ മലയാളികളുടെ വക ഒരു ആർപ്പോവിലേക്ക് കണ്ടതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് ട്രൈബൽ വില്ലേജ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടാണ് ആദ്യം പോണത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ അത്യാവശ്യം ഭയങ്കര ഒരു വൈബിലൊരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഈ രണ്ട് ഭാഗത്തും കാണുന്ന വാൾസിൽ ഈ ഇവൻ്റ് കഴിയുമ്പോഴേക്കുമുള്ള എല്ലാ ഫോട്ടോസും അവർ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ഫോട്ടോസ് അതിലുണ്ടെങ്കിൽ നമുക്കത് എടുത്തിട്ട് പോവുക എന്നുള്ള ആ ഒരു സെറ്റപ്പാണ് സംഭവം. ഒന്നില്ലെങ്കിൽ നമ്മളവിടെ പോയി നിന്ന് പോസ് ചെയ്ത് അവർ ഫോട്ടോ എടുക്കും, ഇല്ലെങ്കിൽ നമ്മുടെ കാൻഡിഡ് ഫോട്ടോസ് അവരവിടെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു ഇത്. ഇതിൻ്റെ അകത്തോട്ട് വന്നപ്പോൾ എന്താ പറയുക, ഫുഡ് സ്റ്റോള്, ബിവറേജസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആയിരുന്നു. പോരാത്തതിന് റോയൽ എൻഫീൽഡ് അപ്പാരൽ സ്റ്റോർ, അവരുടെ മിനിയേച്ചർ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്റ്റോറുകൾ ഇതിൻ്റെ ഉള്ളിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോകാതെ ഒരു ചെറിയൊരു സ്റ്റേജും കൂടെ ആ ഭാഗത്തുണ്ടായിരുന്നു. ഈ സ്റ്റേജിൽ എന്താ ഇവൻ്റ് നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ എന്താ പറയുക, പെർഫോമൻസ് ഒക്കെ ആയിരിക്കും നടക്കുന്നത്. അതായത് ചില ആർട്ടിസ്റ്റ് വന്ന് പെർഫോം ചെയ്യും, മേ ബി ചില ബാൻഡ് അവർ വന്ന് പെർഫോം ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള ചെറിയ പരിപാടികളൊക്കെ നടക്കുന്ന ഒരു സ്റ്റേജായിരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് അപ്പാരൽ സ്റ്റോർ. ഇതിൻ്റെ അകത്തെല്ലാം നല്ല വിലയതുകൊണ്ട് നമ്മളതിനൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. നമ്മൾ നേരെ സ്റ്റേജിൽ എന്താ നടക്കണമെന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി. ഇപ്പോൾ തൽക്കാലം അവിടെ ഒന്നും നടക്കുന്നില്ല. ഇവിടുത്തെ പരിപാടിയൊക്കെ സ്റ്റാർട്ടാകുന്നത് വൈകിട്ടാണെന്നാണ് പറഞ്ഞത്, സ്റ്റേജ് പരിപാടിയൊക്കെ സ്റ്റാർട്ടാകുന്നത്. സോ നമ്മളിവിടേക്കൊന്നും ഇങ്ങനെ ചുറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ളൊരു സെറ്റപ്പ് എന്താ ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് UPI പേയ്മെൻ്റ് ഒന്നും ഇതിനുള്ളിൽ വർക്കാവില്ല. അപ്പോൾ ഇവരുടെ ഒരു കാർഡ് തരും, ഈ റോയൽ എൻഫീൽഡുകളുടെ ഒരു കാർഡ് തരും. ഈ കാർഡിൽ നമ്മൾ ടോപ്പപ്പ് ചെയ്തിട്ട് ആ കാർഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫുഡ് ആൻഡ് ബിവറേജസിന് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അത് നല്ല സെറ്റപ്പാണോ ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ലൈക്ക് നമുക്ക് അതിൽ എത്ര രൂപ വേണമെങ്കിൽ ടോപ്പപ്പ് ചെയ്തിട്ട് നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. സോ വി ഡോണ്ട് ഹാവ് ടു യൂസ് അവർ ഫോൺസ്. ആ ഒരു കാര്യം കൊണ്ട് അതൊരു നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇനി കുറച്ച് നേരം കഴിഞ്ഞതും ഇവിടെ നമ്മുടെ ആം റെസ്ലിംഗ് നടക്കാൻ പോവാണ്. അതായത് മെൻസ് ആൻഡ് വുമൻസിൻ്റെ ആം റെസ്ലിംഗ് കോമ്പറ്റീഷൻ നടക്കാൻ പോവാണ്. ഈ കോമ്പറ്റീഷനിലൊക്കെ ജയിക്കുന്നവർക്ക് ഇവരുടെ വക പ്രൈസസും കൊടുക്കുന്നുണ്ട്. സോ ഞങ്ങളിപ്പോൾ ഇവിടുത്തെ ഒരു മിനിയേച്ചർ സ്റ്റോറിൽ കയറിയതാണ്. നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് മോഡലിൻ്റെ മിനിയേച്ചർ ടോയ്സാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ നമുക്ക് ആ ടാങ്കും മറ്റതൊക്കെ ബോഡിയൊക്കെ നമുക്ക് റിമൂവ് ആക്കാൻ പറ്റുന്ന രീതിക്കുള്ള മോഡൽസാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറയുന്നത് 800 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ടൈം ഈ ഒരു ഇവൻറ്റിന് വരുന്നവർക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതേപോലെ എനിക്കും ആ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് എന്താണ് ഇവിടെ, എന്താ സംഭവിക്കുന്നത്, എവിടെ പോയി എന്താ കാണാനുള്ളത് എന്നുള്ള ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ലൈക്ക് ഫുള്ളി കൺഫ്യൂസ്ഡ് ആയിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. സോ ഞങ്ങൾ നേരെ നടന്ന് വന്നപ്പോൾ ഇവിടെ ആം റെസ്ലിങ്ങിൻ്റെ ആ ഒരു സ്പേസ് അവർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മാവേലിയൊക്കെ കാണാൻ നിൽക്കുന്നുണ്ട്. സോ ഇവരുടെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആം റെസ്ലിംഗ് മെൻസ് ആൻഡ് വുമൻസ് ആണ്. സോ ഇവരുടെ രജിസ്ട്രേഷൻസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പേര് കൊടുക്കേണ്ടവർക്ക് പേര് കൊടുക്കുക, പോയി പങ്കെടുക്കുന്നവർക്ക് എന്താ പറയുക, ഇവരുടെ ജയിക്കുന്നവർക്ക് ഇവരുടെ വക പ്രൈസസ് ഒക്കെ അവർ കൊടുക്കുന്നുണ്ടാവും. Walk us through the rules. If you don't mind, tell us what the rules are. So the rules remain. Your body cannot touch the table. Neither your tummy nor your waist. You cannot break your wrist. And no scratching. After 2 or 3 times, you will be disqualified. Sounds like a plan. All right, team. Move towards. സോ ഇവരുടെ ഫുൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് ശേഷം ആദ്യത്തെ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാളും ഇതിൽ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പോലെയാണ് ഉള്ളത്. സോ അത് ആദ്യത്തെ റൗണ്ടിൽ ഇവരുടെ കൈ സ്ലിപ്പായെന്നും പറഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ സൈഡ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറയാണ്. സോ അടുത്തത് സെക്കൻഡ് റൗണ്ടാണ്. രണ്ടാളും വൻ വാശിയിലാണ് നിൽക്കുന്നത്, ആര് ജയിക്കുന്നുള്ള ആ ഒരു വാശി. രണ്ടാളും 2 സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത്. സോ നെക്സ്റ്റ് കോമ്പറ്റീഷൻ അയാൾ പിന്നെയും റൂൾസൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ടാളും ഓക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ അവർ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അടുത്ത റൗണ്ട്. ഈ റൗണ്ടിൽ ജയിക്കുന്നവർ വേറൊരാളുമായിട്ട് അവർ കോമ്പറ്റീഷൻ ചെയ്യുന്നതായിരിക്കും. അത് വേറെ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ഒരാളായിരിക്കും മിക്കവാറും. സോ ഇവരുടെ രജിസ്ട്രേഷൻ്റെ ആ ഓർഡർ അനുസരിച്ചാണ് ഇവർ വിളിക്കുന്നത് ഒന്നാമത്. സോ അടുത്ത സെക്കൻഡ് റൗണ്ട് നടക്കാൻ പോവുകയാണ്.
to the next round. Requesting Abdul from Karnataka and Syed. സോ അവിടുത്തെ വാശിയേറിയ ആം റെസ്ലിംഗ് കഴിഞ്ഞ ശേഷം നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ പുറത്ത് എന്ന് പറയുമ്പോൾ അത്യാവശ്യം പുതിയ വണ്ടികളൊക്കെ നിർത്തിയിരിക്കുന്ന സ്റ്റോള്, ഫുഡ് സ്റ്റോൾസ്, പിന്നെ ബൈക്കിൻ്റെ പാർട്സിൻ്റെ സ്റ്റോൾ ലൈക്ക് BMC, റെഡ് റൂസ്റ്റർ അങ്ങനെയുള്ള സ്റ്റോൾസ്, അതൊക്കെയാണ് ഇവിടെ പുറത്തുള്ളത്. ഇതേ കാണുന്നൊരു ഗറില്ല ബൈക്കിൽ വീലി ചെയ്യുന്നൊരു കോമ്പറ്റീഷനാണ്. സോ എത്ര നേരം മുകളിലോട്ട് ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു തീം. സോ അതിൻ്റെ കോമ്പറ്റീഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദേ ഇവിടെ C8ൻ്റെ ഒരു സ്റ്റോൾ കാണുന്നുണ്ട്, ആൻഡ് ഓൾസോ ആക്സസറി സ്റ്റോളുണ്ട്. ദേ ഈ കാണുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ റീസെൻ്റ്ലി ലോഞ്ച്ഡായ എല്ലാ മോഡൽസും നിർത്തിയിരിക്കുന്ന സ്റ്റോളാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്ലാസിക് 350 മുതൽ സൂപ്പർ മീറ്റിയോർ 650 വരെയ്ക്ക് എല്ലാ ബൈക്സിൻ്റെയും പുതിയ മോഡൽസ് ഇവിടെ നിർത്തിയിട്ടുണ്ടാവും. ദേ പുതിയ മീറ്റിയോർ നിൽക്കുന്നുണ്ട്, പുതിയ ബുള്ളറ്റ് 650 നിൽക്കുന്നുണ്ട്, പുതിയ ഹണ്ടർ ഉണ്ട്, ആൻഡ് ദേ നിൽക്കുന്ന നമ്മുടെ ബെയർ 650. ലൈക്ക് ഇത് കാണാൻ ഭയങ്കര രസമുണ്ട്. ബട്ട് എനിക്ക് ഇതിനെക്കാട്ടിലും ഇതിൻ്റെ മറ്റേ യെല്ലോ ആൻഡ് വൈറ്റ് വരുന്ന ഒരു വേരിയൻറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ ഇതാ നമ്മുടെ സൂപ്പർ മീറ്റിയോർ 650 ആണ് നിൽക്കുന്നത്. സോ ഇങ്ങനെ തുടങ്ങി എല്ലാ ബൈക്സും ഇവിടെ കാണാം. ലൈക്ക് റീസെൻ്റ്ലി ലോഞ്ച്ഡായ എല്ലാ ബൈക്സും ഇവിടെ നിൽക്കുന്നുണ്ടാവും. സോ നമുക്കിതിൽ കയറിയിരുന്ന് ഫോട്ടോ എടുക്കുക, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് അവിടെ ചോദിച്ചറിയാം. അവിടെ അവരുടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ദേ ടോപ്പ് ബോക്സ് ആൻഡ് പാനൽസ് വെച്ചിട്ടുള്ള ഹിമാലയ നിൽക്കുന്നുണ്ട്. ദേ കാണുന്നതാണ് ഷോട്ട് ഗൺ 650. അത്യാവശ്യം ഹെവി ബൈക്ക് ആണെങ്കിൽ പോലും ഇതിൻ്റെ ലുക്ക് അന്യായ ലുക്കാണ്. ലൈക്ക് എന്താ പറയുക, ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ബൈക്ക് ഇൻ ദ സെൻസ്. ഒരു ക്രൂസർ മോഡൽ ബൈക്കാണ്. ആൻഡ് തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് ഓഫ് കോഴ്സ് ഇറ്റ്സ് മീറ്റിയോർ 650, നമ്മുടെ 350യുടെ നെക്സ്റ്റ് വേർഷൻ. സോ ഇതും ഒരു ക്രൂസർ ബൈക്കാണ്, ബട്ട് വൺ ഓഫ് ദ ഹെവിയസ്റ്റ് ബൈക്ക് ഇൻ ദിസ് സെഗ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. സോ എല്ലാം ഭയങ്കര സെറ്റപ്പിലാണ് അവരവിടെ നിർത്തി വെച്ചിരിക്കുന്നത്. തൊട്ട് പുറകിൽ കാണുന്ന ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. നമുക്ക് ഇവരുടെ അടുത്ത് ഈ ബൈക്കുകളിനെ പറ്റി, അവരുടെ മോഡൽസിനെ പറ്റിയൊക്കെ ചോദിച്ചറിയാൻ പറ്റും. സോ ഞങ്ങൾ അവിടുത്തെ ആ ഒരു സ്റ്റേജും അവിടുത്തെ ആ ഒരു സ്റ്റോൾസും എല്ലാം കഴിഞ്ഞ് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള അടുത്ത സെക്ഷനിലോട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇത് രണ്ടും 2 സ്റ്റേജസ് ആയിട്ടാണ് ഇവർ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്ന് വന്നിട്ട് മെയിൻ സ്റ്റേജും വേറൊന്ന് വന്നിട്ട് ഒരു മിനി സ്റ്റേജ്. ആ ഒരു രീതിക്കാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇതാണ് സെക്കൻഡ് സൈഡ്. സോ ഇവിടെ എന്താ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം റേസിങ് അങ്ങനത്തെ ഉള്ള കോമ്പറ്റീഷൻസൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. റേസിംഗ് ഉണ്ടാവും, നമ്മുടെ മരണക്കിണറുണ്ടാവും. മരണക്കിണറിൽ അവർ വണ്ടി ഓടിക്കുന്നത് കാണാൻ ഭയങ്കര സീനാണ്. ഓടിക്കുന്നത് ഫുള്ള് ബുള്ളറ്റായിരിക്കും, അതൊരു കാര്യമുണ്ട്. ആൻഡ് ബൈക്കിൽ സ്കിൽസ് കാണിക്കുന്നവർ, സ്റ്റണ്ട് കാണിക്കുന്നവർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ഇവിടെ പറയുമ്പോൾ അത്യാവശ്യം ഭയങ്കര കോമ്പറ്റീഷൻസ്, റേസസ് പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. പിന്നെ ആദ്യം കാണിച്ചത് വന്നിട്ട് ഡേർട്ട് ട്രാക്കാണ്. അത് അത്യാവശ്യം മറ്റേ അഡ്വഞ്ചർ ബൈക്കൊക്കെ ഒരു ഡേർട്ട് റേസ് നടത്തുന്ന സ്ഥലമാണ് അത്. അപ്പോൾ അതേപോലെ ഇവിടെ വേറൊരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ഈ ഫ്രണ്ടിൽ കാണുന്ന സംഭവം എന്ന് പറയുന്നത് മറ്റേ മരണക്കിണറാണ്. നമ്മുടെ സർക്കസിലൊക്കെ കാണുന്ന സാധനമാണ്. പക്ഷേ അവിടെ റോയൽ എൻഫീൽഡ് വെച്ച് അതിക്രമം കാണിക്കുന്നതിനുള്ളിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വന്ന് ഡേർട്ട് ട്രാക്കിൽ റേസ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ ആദ്യത്തെ റേസ് നടക്കാൻ പോകുന്നത് ബുള്ളറ്റ് 500, അതായത് ആ 500cc ബൈക്സിൻ്റെ റേസാണ് ആദ്യം കാണാൻ പോകുന്നത്. അതിന് ശേഷം വരുന്നത് 650ccയുടെയാണ്. സോ അതിനുവേണ്ടി ഇവരിവിടെ ട്രാക്കൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ട്രാക്ക് റെഡിയാക്കിയതിന് ശേഷം തന്നെ അവന്മാരുടെ റേസ് സ്റ്റാർട്ടാവും. അത്യാവശ്യം ഭയങ്കര സ്കിൽഡായിട്ടുള്ള ആൾക്കാരായിരിക്കും ഇതിലൂടെയൊക്കെ ഓടിക്കുന്നത്. ഒന്നാമത് ആ ഒരു 500cc ബൈക്ക് ഇങ്ങനൊരു ട്രാക്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര എന്താ പറയുക, ഒരു സ്കില്ല് വേണം അത് ഹാൻഡിൽ ചെയ്യണേൽ. സോ ഇവരുടെ ട്രാക്കൊക്കെ വെള്ളം നനച്ച് ഇതിനു വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. നമുക്ക് റേസ് തുടങ്ങുമ്പോൾ കാണാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്.
സോ നമ്മുടെ ഉച്ചയ്ക്കത് ഈ റേസിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് കൺസേർട്ട് സ്റ്റാർട്ട് ആവുകയാണ്. സോ ആദ്യത്തെ ദിവസത്തെ കൺസേർട്ട് എന്ന് പറയുന്നത് തൈക്കുടം ബ്രിഡ്ജും ഹനുമാൻ കാൻറ്റും ഇവർ രണ്ടുപേരുടെയാണ് ആദ്യത്തെ ദിവസത്തെ കൺസേർട്ട്. അത്യാവശ്യം സീന് കൺസേർട്ടായിരുന്നു അത്. സോ എന്താ പറയുക, ഇവർ രണ്ടുപേരുടെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു ആ കൺസേർട്ട് തുടങ്ങുന്ന സ്ഥലത്ത്. സോ ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഒരു 6:45 ആയിരുന്നു ഈ കൺസേർട്ടിന് വരുന്ന സമയത്ത്. സോ ഞങ്ങൾ വരുമ്പോഴേക്കും തന്നെ ആ ഒരു ഏരിയ ഫുള്ള് ഫില്ലായി കഴിഞ്ഞു. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു സ്റ്റേജിൻ്റെ ആ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ഫുൾ ആൾക്കാരാണ്. സോ ഫസ്റ്റ് പരിപാടി തൈക്കുടം ബ്രിഡ്ജിൻ്റെ ആയിരുന്നു ആൻഡ് സെക്കൻഡ് പരിപാടി വന്നിട്ട് ഹനുമാൻ കാൻറ്റിൻ്റെയും. സോ ഈ രണ്ട് പരിപാടി ഇടയ്ക്ക് റോയൽ എൻഫീൽഡിൻ്റെ വക എന്താ പറയുക ബൈക്ക് ലോഞ്ച് ഉണ്ടായിരുന്നു. ലൈക്ക് ഫ്ലൈയിങ് ഫ്ലീ S6ഉം ബുള്ളറ്റ് 650 ഒരു ലോഞ്ച് ചെയ്തായിരുന്നു. പിന്നെ 125th ഇയറുടെ സ്പെഷ്യൽ എഡിഷനായിട്ട് ക്ലാസിക് 650യുടെ ഒരു ഗോൾഡൻ കളർ വേരിയൻ്റ് ഇവർ ലോഞ്ച് ചെയ്തായിരുന്നു. അത്യാവശ്യം ഭയങ്കര ലുക്കുള്ള വണ്ടിയായിരുന്നു അത്. സോ ഇതൊക്കെ കഴിഞ്ഞിട്ട് തൈക്കുടം ബ്രിഡ്ജ് പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ തൈക്കുടം ബ്രിഡ്ജിൻ്റെ പരിപാടി വൻ സീനായിരുന്നു ഗൈസ്. ലൈക്ക് എന്താ പറയുക, ഫുൾ എനർജി പാക്ഡ് പെർഫോമൻസ് ആയിരുന്നു അവരുടെ. Macha, where's the energy? Let me try it once again. How does it feel? Everyone doing good? സോ അങ്ങനെ ഈ കൺസേർട്ടോടുകൂടി നമ്മുടെ ആദ്യത്തെ ദിവസത്തെ പരിപാടിയൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. സോ ഇതെല്ലാവരും പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകണം. ഞാൻ ഈ പരിപാടിയുടെ കോൺസേർട്ട് ഒരുപാട് ഇടാത്തതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടുന്നുള്ളൊരു റീസണാണ്. കാരണം ഇവരിതിൽ യൂസ് ചെയ്തിരിക്കുന്ന പാട്ടും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കിയാലും കോപ്പിറൈറ്റ് അടിക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വെക്കാതെ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ മെയിൻ റീസൺ അതാണ്. സോ എല്ലാവരും കഴിഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങി. സോ ഇനി അടുത്ത പരിപാടി നെക്സ്റ്റ് ഡേ ആണ്. സോ സെക്കൻഡ് ഡേ വീഡിയോ ഞാൻ വൈകാതെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും കാണുക. സോ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. സോ താങ്ക് യു, ദാറ്റ്സ് ഓൾ.